നമസ്കാരം. കാലം മാറി. പഴയതുപോലെയല്ല ഇപ്പോൾ പുതിയ തലമുറയുടെ ചിന്താഗതികളും മുന്നോട്ട് പോകും. കണ്ണുരുട്ടിയും വള്ളിച്ചൂരൽ കറക്കി നല്ല അടികൊടുത്തും പഠിപ്പിച്ചിരുന്ന ലോകത്തിന്റെ സ്പന്ദനം കണക്കിലും സയൻസിലും ചരിത്രത്തിലുമൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്ന ചാക്കോ മാഷുമാരുടെ കാലമൊക്കെ കഴിഞ്ഞു. എന്തും പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പറ്റി പരിപൂർണ ബോധവും അത് എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന വ്യക്തമായ ബോധ്യവും അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നവരുമാണ് പുതിയ തലമുറ എന്ന് വേണം പറയാൻ. ഗുരുവിന് പാദപൂജ ചെയ്തിരുന്നവരും മാതാ പിതാ ഗുരു ദൈവം എന്ന തത്വവുമൊക്കെ മാറി. ഒരു ചെകിടത്ത് തല്ലിയാൽ മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം അധ്യാപകർ എന്നാണ് പുതിയ ചൊല്ല്. അല്പസ്വല്പം ക്ഷമയൊക്കെ അറിയില്ല എങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല ഇനി അധ്യാപകർക്ക്. പുതിയ തലമുറ സ്വാതന്ത്ര്യത്തിന് പുതിയ വിശദീകരണം കണ്ടെത്തിയവരാണ്. പഠിപ്പിച്ചാൽ മതി, പേടിപ്പിക്കേണ്ട എന്നാണ് അവരുടെ പക്ഷം. ഒറ്റക്കുട്ടി മാത്രമുള്ള അണുകുടുംബങ്ങളിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ ഉലക്ക കൊണ്ട് തല്ലണമെന്നും പറഞ്ഞു ചെന്നാൽ പറയുന്നവന് തല്ലുറപ്പാണ്. എന്നാൽ അനാവശ്യമായി വിദ്യാർത്ഥികളുടെ മേൽ അരിശം തീർക്കുന്നതും അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല. അഞ്ചാലും മൂടിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ മന്ത്രിയുടെ പ്രതികരണം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ല ക്യാമ്പസ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്തി അതിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യം കുട്ടിയാണ് അധ്യാപകനെ തല്ലി താഴെയിട്ടത്. പിന്നാലെ അധ്യാപകൻ എഴുന്നേറ്റ് കുട്ടിയെ തല്ലി. അധ്യാപകന് അടി കിട്ടിയാലും കുട്ടിയെ തല്ലാൻ പാടില്ല എന്നാണ് നമ്മുടെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഇനി അധ്യാപക യോഗ്യതകൾക്കൊപ്പം തല്ലുകൊല്ലാനുള്ള ആരോഗ്യം കൂടി മാനദണ്ഡമാക്കി മാറ്റേണ്ടതുണ്ട്. തല്ലി താഴെയിട്ടാലും തിരികെ തറപ്പിച്ചൊന്ന് നോക്കിയാൽ പണി പോകുമെന്ന അവസ്ഥയിലാണ് അധ്യാപകർ. പരസ്പരം പോരി വിളിക്കാനും തല്ലാനും കൊല്ലാനും ഒന്നുമുള്ള ഇടമല്ല വിദ്യാലയങ്ങൾ എന്നത് ശരി. പ്രായത്തിന്റെയും അറിവിന്റെയും പക്വതയോടെ അധ്യാപകർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്. എന്നാൽ തല്ലുകൊള്ളണം വേണ്ടി വന്നാൽ എന്ന് പറയുന്നത് ഒരൽപ്പം കടന്ന പ്രസ്താവനയായിപ്പോയി എന്നാണ് പരക്കെ ആക്ഷേപമുയരുന്നത്. അതേസമയം കേട്ടറ്റ് പാസ്സാകാത്ത എല്ലാ അധ്യാപകരെയും പിരിച്ചുവിടണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയാൽ കേരളത്തിൽ വലിയ കെടുതികൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതി വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടയിൽ അഞ്ചാലുമൂട് സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കായികാധ്യാപകൻ മുഹമ്മദ് റാഫിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടേതാണ് നടപടി. അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അഞ്ചാലുമൂട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. BNS 114, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാർത്ഥിയും സസ്പെൻഷനിലാണ്. കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ സംഘട്ടനമുണ്ടായത്. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർക്കുകയായിരുന്നു. തലയ്ക്കും പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധ്യാപകനും പരിക്കേറ്റിരുന്നു. വിദ്യാർത്ഥി മറ്റൊരു പെൺകുട്ടിയെ തെറി വിളിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘട്ടനത്തിന് കാരണമായത് എന്നാണ് പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച